എല്ലാവരും നമ്മുടെ നാടോടി കഥകളിലൂടെ ഈ യക്ഷി, ചാത്തൻ, കള്ളിയങ്കാട്ട് നീലി, ഒടിയൻ, കരിന്തണ്ടൻ എന്നിങ്ങനെയുള്ളവയെക്കുറിച്ചെല്ലാം ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇന്ന് ഞാൻ അങ്ങനെ ഒരു കഥയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. രാത്രികാലങ്ങളിൽ മനുഷ്യരെ വഴിതെറ്റിക്കുകയും മനോഹരമായ സ്ത്രീ രൂപങ്ങളിൽ വന്ന് ആളുകളെ വശീകരിച്ചെടുത്ത് അവരുടെ രക്തം ഊറ്റിക്കുടിക്കുകയും ചെയ്യും എന്നെല്ലാം വിശ്വസിക്കപ്പെടുന്ന അമാനുഷിക ശക്തികളാണ് ഈ യക്ഷികൾ. അത്യുഗ്രമായ പാലപ്പൂവിനെയോ മുല്ലപ്പൂവിനെയോ ചെമ്പകപ്പൂവിൻ്റെയോ ഗന്ധവും വിപരീതമായ ദിശയിലേക്കുള്ള പാദങ്ങളുമാണ് ഇവരുടെ പ്രത്യേകത. അപ്പോൾ യക്ഷിയുടെ കഥ നമുക്ക് നോക്കാം. കേരളത്തിലെ പഴയ തറവാടുകളും നെൽവയലുകളും 4 കെട്ടുകളും 8 കെട്ടുകളും നിന്നിടത്തോളം പഴക്കങ്ങളുണ്ട്. ഇന്ന് മുത്തശ്ശി കഥകളായി മാത്രം അവശേഷിക്കുന്ന നമ്മുടെ യക്ഷിക്കഥകൾക്ക്. അങ്ങനെയൊരു മുത്തശ്ശി കഥയിലേക്ക് കടക്കാം. പാലക്കാട് ജില്ലയിലെ ഒരു പഴയ ഗ്രാമം വള്ളിയംകുന്ന്. ഗ്രാമത്തിൻ്റെ നടുക്ക് ഏകദേശം 100 വർഷത്തോളം പഴക്കം വരുന്ന ഒരു തറവാട്, ചെമ്പകശ്ശേരി മന. അവിടെ വർഷങ്ങളായി ആരും താമസമില്ല. കാരണം രാത്രിയിൽ അവിടെ അജ്ഞാതമായൊരു സ്ത്രീയെ കാണാറുണ്ടെന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. വെള്ളപ്പുടവെടുത്ത നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീ. അങ്ങനെയിരിക്കുമ്പോഴാണ് നമ്മുടെ കഥാപാത്രമായ അരുൺ എന്ന 27 വയസ്സുകാരൻ എത്തുന്നത്. ആളൊരു യൂട്യൂബറാണ്. അവൻ്റെ ചാനൽ വളരാൻ തുടങ്ങിയ സമയമായിരുന്നു ഇത്. അപ്പോഴാണ് ഒരു ദിവസം അവന് അനോണിമസ് ആയിട്ട് ഒരു മെയിൽ വന്നത്. ചെമ്പകശ്ശേരി മനയിൽ രാത്രി 1 മണിക്ക് പോയാൽ യക്ഷിയെ കാണാം. ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു അതിൽ. ആ മനയുടെ മുന്നിൽ നിൽക്കുന്ന വെള്ളപ്പുടവയെടുത്ത ഒരു സ്ത്രീ. ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നെങ്കിലും അവളുടെ കണ്ണുകൾ മാത്രം നല്ല വ്യക്തമായിരുന്നു. ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അരുണിന് അസ്വസ്ഥത തോന്നി. പക്ഷേ വ്യൂസിനും കണ്ടന്റിനും വേണ്ടി അവൻ പോകാൻ തീരുമാനിച്ചു. അരുൺ ക്യാമറ സെറ്റപ്പ് എടുത്ത് ആ ഗ്രാമത്തിലേക്ക് പോയി. അവിടെ മുഴുവൻ അസാധാരണമായ നിശബ്ദതയായിരുന്നു. വൈകുന്നേരം 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ ആളുകളെല്ലാം വീടിനകത്ത് കയറിയിരുന്നു. അരുൺ ഒരു ചായക്കടയിൽ ചെന്നു. ചായക്കടക്കാരനോട് ചെമ്പകശ്ശേരി മനയെക്കുറിച്ച് ചോദിച്ചു. ചെമ്പകശ്ശേരി മന എന്ന് കേട്ടതും കടയിൽ ഉണ്ടായിരുന്നവരെല്ലാം മിണ്ടാതായി. കടക്കാരൻ പതുക്കെ പറഞ്ഞു, "അവിടെ പോകരുത് മോനെ, ഈ നേരത്ത് തീർത്തും പോകരുത്." അരുൺ ചിരിച്ചു. "ഇതെല്ലാം നാട്ടുകഥകളല്ലേ?" ആ വൃദ്ധൻ തലകുലുക്കി. "ഇതൊന്നും വെറും കഥകളല്ല. അവൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്." അങ്ങനെ ആ വൃദ്ധനായ കടക്കാരൻ അരുണിന് കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുൻപ് ചെമ്പകശ്ശേരി മനയിൽ ദേവയാനി എന്നൊരു തമ്പുരാട്ടി പെൺകുട്ടി താമസിച്ചിരിപ്പുണ്ടായിരുന്നു. അവൾക്ക് അസാധാരണമായ സൗന്ദര്യമായിരുന്നു. അവളെ കണ്ടാൽ ആരും കണ്ണെടുക്കില്ലെന്ന് പറയുമായിരുന്നു. പക്ഷേ മനയിലെ കാരണവന്മാർ അവളെ പുറത്തു പോകാൻ അനുവദിച്ചിരുന്നില്ല. അവിടെ വേലക്കാരൻ പയ്യനുമായിട്ട് ദേവയാനി പ്രണയത്തിലായി. അവർ രണ്ടുപേരും പരസ്പരം പിരിയാൻ കഴിയാത്ത വിധത്തിൽ അടുത്തുപോയി. ആ വാർത്ത മനയിലെ കാരണവരുടെ ചെവിയിലെത്തി. രോഷാകുലനായ കാരണവർ അവനെ വെട്ടിക്കൊന്നു. ദേവയാനിയെ മനയിലെ തെക്കേ മുറികളിലൊന്നിൽ പൂട്ടിയിട്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അതേ മുറിയിൽ അവളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേവയാനിയുടെ മരണത്തിന് നാളുകൾക്കു ശേഷം മനയിൽ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. എന്നും രാത്രിയിൽ അവൾ ചൂടുന്ന മുല്ലപ്പൂവിൻ്റെ ഗന്ധം പരക്കുമായിരുന്നു. പിന്നെ മനയിലെങ്ങും രാത്രി 12 മണിക്കു ശേഷം അവളുടെ ചിരി കേൾക്കുമായിരുന്നു. കിണറിനരികിൽ നിന്നും പാട്ട് കേൾക്കുമായിരുന്നു. പിന്നെ ആ മനയിലേക്ക് പോകുന്ന പുരുഷന്മാരെ കാണാതാവാൻ തുടങ്ങി. ഈ കഥയൊന്നും വകവയ്ക്കാതെ അരുൺ മനയ്ക്കുള്ളിലെത്തി. രാത്രി 11:45. അരുൺ ക്യാമറ ഓൺ ചെയ്തു. പഴയ വുഡൻ ഫ്ലോർ, ചുവരുകളിലാകിയ പായൽ, എല്ലായിടത്തും മാറാലയും പൊടിയും. പക്ഷേ വീടിൻ്റെ ഉള്ളിൽ ഒരു സുഗന്ധമുണ്ടായിരുന്നു, മുല്ലപ്പൂവിൻ്റെ. അവൻ വ്യൂവേഴ്സിനായി സംസാരിക്കാൻ തുടങ്ങി. "ഗൈസ്, ഓണസ്റ്റ്ലി ഇവിടെ വൈബ് കുറച്ച് സ്ട്രേഞ്ചാണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്." പെട്ടെന്ന് മുകളിൽ ഒരു ശബ്ദം കേട്ടു. അരുൺ ആ സൗണ്ട് കേട്ടിടത്തേക്ക് ഫ്ലാഷ് ലൈറ്റ് തിരിച്ചു. ആരുമില്ല. പിന്നെ ക്യാമറ സ്ക്രീൻ ഫോക്കസ് ചെയ്തു. പക്ഷെ സ്ക്രീനിൽ മാത്രം അത് തെളിഞ്ഞു വന്നു. ഒരു വെള്ള രൂപം സ്റ്റെയർകേസിൻ്റെ അറ്റത്ത് നിൽക്കുന്നു. അരുൺ ഭയന്നെങ്കിലും കണ്ടന്റ് കിട്ടിയ സന്തോഷത്തിൽ മുകളിലേക്ക് കയറി. മുകളിലെ അവസാന മുറി ലോക്ക്ഡായിരുന്നു. അങ്ങനെ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ അകത്തു നിന്ന് ഒരു സ്ത്രീ ഹമ്മിങ് ചെയ്യുന്ന ശബ്ദം. പഴയ താരാട്ട് പാടുന്ന പോലെ. അരുൺ ഡോറ് തള്ളി തുറന്നു. മുറിയിൽ ആരുമില്ല. പക്ഷേ മുറിയുടെ നടുക്കൊരു പഴയ കണ്ണാടി
കണ്ണാടിയിൽ പൊടിയൊന്നുമില്ല. അവൻ ഫ്ലാഷ് ലൈറ്റ് കണ്ണാടിയിലേക്ക് അടിച്ചു. അതിൽ അവൻ്റെ റിഫ്ലക്ഷൻ കാണാമായിരുന്നു. അവൻ്റെ പിന്നിൽ ഒരു സ്ത്രീരൂപം നിൽക്കുന്നുണ്ടായിരുന്നു. വെള്ളപ്പുടവയെടുത്ത മുഖം വ്യക്തമായില്ല. അരുൺ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആരുമില്ല. വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. ഈ തവണ ആ സ്ത്രീ അവൻ്റെ തോളിനടുത്ത് നിൽക്കുന്നുണ്ട്. മുറി പെട്ടെന്ന് തണുത്തു. ക്യാമറ ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങി. അരുൺ പേടിച്ചോടുവാൻ തുടങ്ങി. പക്ഷെ പുറത്തേക്കുള്ള ഡോർ അടഞ്ഞു. അപ്പോൾ അവൻ ആ ശബ്ദം കേട്ടു. ഒരു സ്ത്രീയുടെ മൃദുവായ ശബ്ദം. ഞാൻ സുന്ദരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് കേട്ട് മരവിച്ചു പോയ അവൻ പതുക്കെ പിന്നിലേക്ക് തിരിഞ്ഞു. അവൾ അവിടെയുണ്ടായിരുന്നു. അസാധാരണമായ സൗന്ദര്യമായിരുന്നു അവൾക്ക്. നീളമുള്ള മുടി, വെള്ളപ്പുടവയെടുത്ത്, കണ്ണിൽ വിചിത്രമായ തിളക്കം. പക്ഷേ അവളുടെ കാലുകൾ പിന്നിലേക്ക് തിരിഞ്ഞ നിലയിലായിരുന്നു. അരുൺ പേടിച്ച് പിന്നിലോട്ട് നീങ്ങി. അവൾ ചിരിക്കാൻ തുടങ്ങി. അമാനുഷികമായ ചിരി. അവൾ പതുക്കെ അരുണിനടുത്തേക്ക് നടന്നു. മുല്ലപ്പൂവിൻ്റെ മണം ശക്തമായി. അരുണിന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. അവൾ അവൻ്റെ മുഖത്ത് കൈവച്ചു. ഭയങ്കര തണുപ്പുള്ളതായിരുന്നു അവളുടെ സ്പർശത്തിന്. അവൾ പതുക്കെ ചോദിച്ചു, നിനക്ക് എന്നോടൊപ്പം എവിടെ താമസിക്കണോ? അവിടെ നിന്ന് വിറച്ച അരുൺ കരഞ്ഞുപോയി. അവൻ്റെ കൈയും കാലും അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ ധൈര്യമെടുത്ത് അവൻ മെയിൻ ഡോർ തുറക്കാൻ ശ്രമിച്ചു. അപ്പോൾ ക്യാമറ സ്ക്രീനിൽ അവളുടെ യഥാർത്ഥ രൂപം തെളിഞ്ഞു. മുഖം മുഴുവൻ രക്തം, കണ്ണുകൾ കറുപ്പ്, വായിൽ നീളമുള്ള പല്ലുകൾ. അവൾ അട്ടഹസിച്ചു. ശേഷം ഒരു നിലവിളി ശബ്ദം കേട്ടു. പിന്നെ ക്യാമറ ഓഫ്. പിറ്റേന്ന് രാവിലെ ക്യാമറക്കാർ മനയുടെ മുന്നിൽ അരുണിൻ്റെ ക്യാമറ കണ്ടെത്തി. അരുണിനെ അവർക്ക് കണ്ടെത്താനേ ആയില്ല. അതിനുശേഷം വള്ളിയംകുന്നിൽ രാത്രി പോകുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്. ചെമ്പകശ്ശേരി മനയുടെ മുകളിൽ ജനലിൽ എന്നും രാത്രി ഒരു സ്ത്രീ നിൽക്കാറുണ്ട്. അവളുടെ മുടിയിൽ മുല്ലപ്പൂ ചാർത്തിരിക്കും. അവൾ അതിലൂടെ പോകുന്ന പുരുഷന്മാരെ നോക്കി ചിരിക്കും.